കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ്, എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ മാവെല്ലാം പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുളകളാക്കി മാറ്റാം. ഒരുപാട് ചെറിയ ബോൾസ് അല്ല ആക്കി എടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് ഉരുട്ടിയെടുക്കില്ല, അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ മാവ് എടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപോലത്തെ 5 ബോൾസാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരുപോലത്തെ 5 ബോൾസ് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്നും കൂടെ പൊങ്ങി വരും. അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ അല്പം മൈദ തൂക്കി കൊടുക്കുക. അതിനുശേഷം ഓരോന്നും വെച്ചിട്ട് ആദ്യം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ചപ്പാത്തി കോല് വെച്ചിട്ട് ഒരുപാടൊന്നും പരത്തി കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് ഒരുപാട് കുറഞ്ഞു പോകേണ്ട, കുറച്ച് കൂടുതൽ തന്നെ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുതറുള്ള ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചീസും വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഒട്ടും ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം 5 ബോൾസ് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 5 ബോൾസും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്തതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്യുന്നതൊക്കെ കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഫില്ലിങ്ങെല്ലാം വെച്ചിട്ട് ആക്കിയത് ആദ്യം എടുത്തിട്ട് പരത്തി കൊടുക്കുക. ബാക്കിയുള്ളത് കവർ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ മതി. കൗണ്ടർ ടോപ്പുമ്മൽ അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ അത്യാവശ്യം കുറച്ച് കാലം കുറച്ചിട്ട് തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് പരത്തിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്ലാക്ക് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഇട്ടിട്ട് വീണ്ടും കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം എള്ളെല്ലാം അതിൽ നന്നായിട്ട് പിടിച്ചോളും. പിന്നെ എള്ളെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ചെറുതായിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു അപ്പം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5-6 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഈ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. തീ കൂട്ടി വെക്കണ്ട, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് മുകൾ ഭാഗമൊക്കെ കരിഞ്ഞു പോകും, പിന്നെ ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കുക. 4 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിടുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. പിന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അധികം ഓയിലൊന്നും അല്ലാതെ, ഓയിൽ മുക്കി പൊരിക്കൊന്നും ചെയ്യാതെ നല്ലൊരു സ്നാക്കാണ്. സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം. കറിയൊന്നും വേണ്ട, ഡിന്നറായിട്ടാണ് കഴിക്കുന്നത്. പിസ്സയൊക്കെ കഴിക്കുന്നത് പോലെ കഴിക്കാം. പിന്നെ ഇതാ സൈഡൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്, സൈഡും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ സ്പ്രെഡാക്കി കൊടുക്കുക. എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇതെല്ലാം ഞാനിതാ പരത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ്. പിസ്സ കഴിക്കുന്നത് പോലെ കുറച്ച് കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.